ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയുടെ റെസിപ്പി കാണാം. ഇതിലേക്ക് 4 കപ്പ് അരിപ്പൊടി വറുത്തത്, 4 കപ്പ് തിളച്ച വെള്ളം, 2 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 കപ്പ് ശർക്കര. ആദ്യം അരിപ്പൊടി വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതിലേക്ക് ശർക്കര എടുത്ത് നമ്മളൊന്ന് ചൂടാക്കുക. ശർക്കര ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. അധികം ചേർക്കരുത്. ശർക്കരയൊന്ന് അലിയാൻ പാകത്തിന് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതൊന്ന് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലെ വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിലൊന്ന് റെഡിയായി വരണം. ഇങ്ങനെയൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 8-9 ഏലക്കായയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. 2-3 മിനിറ്റ് കൊണ്ട് ഇതിങ്ങനെ വെള്ളമെല്ലാം വറ്റി റെഡിയായി വരും. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലൊരു ഉരുള എടുത്ത് നമ്മളിതുപോലെ ഫില്ലിങ്ങിന് വേണ്ടി ഒരു ചെറിയ ഹോൾ റെഡിയാക്കണം. അതിലേക്ക് തേങ്ങയുടെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുത്ത് അതൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. മാവ് കൃത്യമായിട്ട് കുഴച്ചെടുത്തിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് അന്നേരം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം കുറഞ്ഞു പോയാൽ വെള്ളം കുറച്ച് ചേർക്കുകയും ചെയ്യണം. അപ്പോൾ മാവ് കൃത്യമായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി ഇനി നമുക്ക് സ്റ്റീം ചെയ്യാം. സ്റ്റീമറിലാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. എൻ്റെ സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി ഇനി ഒരു അരിപ്പത്തട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മളിതെല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു വയ്ക്കുകയാണ്. ഇനി ഒരു 20 മുതൽ 25 മിനിറ്റ് 30 മിനിറ്റ് വരെ നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡിയാണ്.